മുല്ലപ്പന്തൽ താറാവ് കറി വയ്ക്കാം. നമ്മുടെ കേരളത്തിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ് മുല്ലപ്പന്തൽ. അവിടെ വയ്ക്കുന്ന മുല്ലപ്പന്തൽ താറാവ് കറി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റിന്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ താറാവ് ഇറച്ചി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1.5 കിലോ താറാവ് ഇറച്ചി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വലിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഞാനിവിടെ 2 മീഡിയം സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പിൻ്റെ ഇല, ഞാൻ വെളുത്തുള്ളി ചതച്ചെടുത്തത്. ഞാനിവിടെ ഒരു 10 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. പിന്നെ പച്ചമുളക്, അത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ 2 മീഡിയം തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ ഈ കറിയിലേക്ക് നമ്മൾ തേങ്ങ നമ്മൾ വറുത്തിട്ടും ചേർക്കും, തേങ്ങ പാലായിട്ടും ചേർക്കും. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി പിഴിഞ്ഞിട്ട് പാലെടുത്തിട്ടുണ്ട്. അത് 1/4 പാൽ മാത്രം എടുത്താൽ മതി. അത് എടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള പാലായിട്ട് എടുക്കുക. പിന്നെ നമുക്ക് ഈ കറിയിലേക്ക് നമുക്ക് തേങ്ങ വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു 2 തക്കോലം, ഇത്ര വലിപ്പമുള്ള ഒരു കറുകപ്പട്ട, ഒരു 4 ഏലക്കായ, ഒരു 5 കറിയാമ്പൂ. ഈ കറിയിലേക്ക് നമുക്ക് ഏലക്കായ വളരെ കുറച്ച് മതി. കറിയിലേക്ക് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് കുരുമുളകും പെരിഞ്ചീരകമാണ്. പിന്നെ കറിയിലേക്ക് നമുക്ക് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി, ഞാൻ ഇവിടെ ചുവന്നുള്ളിക്ക് പകരം സവോളയും എടുത്തേക്കുന്നത്. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കുക. പിന്നെ ഉണക്കമുളക്, കടുക്. ഇനി നമുക്ക് താറാവ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് തേങ്ങ മസാലകളൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് താറാവ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ കറി നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ഇതാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഈ മസാലകളെല്ലാം ഇട്ടിട്ടൊന്ന് വറുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ മസാലകളൊക്കെ എണ്ണയിൽ കിടന്ന് പതുക്കൊന്ന് പൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. അത് നമ്മൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് നമ്മൾ തേങ്ങ വറുത്തെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തേങ്ങ വറുത്തെടുത്താൽ മാത്രമേ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തേങ്ങ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ആ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ മുഴുവൻ ചേർക്കണ്ട, കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സവോളയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് വേണം. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം, മുളക് പൊടി ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് പതുക്കെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഇത് നമുക്ക് എടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അത് അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് വേണം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് തേങ്ങ നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ ചീനച്ചട്ടിയിൽ വെക്കരുത്. ഈ ചീനച്ചട്ടിയിൽ നിന്ന് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ട് ഈ തേങ്ങ പിന്നെയും കരിഞ്ഞു പോകും. നമുക്ക് തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ജാറിലേക്ക് ഇടാം. നമ്മൾ തേങ്ങ അരച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താറാവ് കറി വെക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ കറി നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിൻ്റെ ഇല ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോളയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടിയും എണ്ണയിൽ കിടന്നൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. അതുകൊണ്ട് മഞ്ഞൾപ്പൊടിയും ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം.
ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് തക്കാളി വേവിക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് താറാവ് ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ തക്കാളി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണം അരപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർക്കാം. നമുക്ക് തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് താറാവിറച്ചി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ഉപ്പ് ചേർക്കാം. നേരത്തെ നമ്മൾ തക്കാളി വേവിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് താറാവിലേക്കുള്ള ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നമ്മുടെ താറാവിറച്ചിയിലേക്ക് ഈ അരപ്പൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ താറാവ് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്ക് കറി ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് കറി വേവിക്കാം. നമ്മുടെ താറാവ് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതേ കറിയിലേക്ക് നമ്മൾ ആ വെള്ളം ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ താറാവ് ഇറച്ചി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല വേവുള്ള താറാവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കണം. ഇത് നമുക്ക് കറിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും എടുക്കും. അതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് വേവിച്ചിടുക. നമുക്കത് മൂടി വയ്ക്കാം. നമ്മുടെ താറാവ് കറി വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവിക്ക് ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. അത് ഈ കറി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് ചാറ് കൂടുതലുണ്ടെങ്കിൽ അത് പതുക്കെ തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിയിലേക്ക് ഗ്രേവി അധികം പാടില്ല. ഇനി നമ്മളിതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇനി തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഈ കറിയിലേക്ക് നമുക്ക് കാച്ചി ഒഴിക്കാം. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൂടുതൽ നേരിട്ട് തിളപ്പിക്കരുത്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോണതിന് മുമ്പ് കറിയിൽ ചാറ് കൂടുതലുണ്ടെങ്കിൽ അത് പതുക്കെ ഒന്ന് വറ്റിച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ സമയത്ത് തിളപ്പിക്കണ്ട. ഈ കറിയിലേക്ക് നമുക്ക് കാച്ചി ഒഴിക്കാം. നമുക്ക് കറിയിലേക്ക് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കാരണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും ഉണക്കമുളകും ചേർക്കാം. വേപ്പിൻ്റെ ഇലയുണ്ടെങ്കിൽ വേപ്പിൻ്റെ ഇലയും കൂടി ചേർക്കാം. ചുവന്നുള്ളിക്ക് വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളി മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കിട്ടും. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ മുല്ലപ്പന്തൽ താറാവ് കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി നമുക്ക് ഒന്നല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും.